بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد. കഴിഞ്ഞ പല ആയത്തുകളിലായി പ്രവാചകന്മാരുടെ പല സംഭവങ്ങളും നാം മനസ്സിലാക്കുകയുണ്ടായി. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല ഈ സംഭവങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. ذَلِكَ مِنْ أَنْبَاءِ الْقُرَى نَقُصُّهُ عَلَيْكَ مِنْهَا قَائِمٌ وَحَصِيدٌ. ഇത് താങ്കൾക്ക് നാം വിവരിച്ചു കേൾപ്പിക്കുന്ന ചില നാടുകളുടെ അവസ്ഥകളാണ്. അവയിൽ ചിലത് ഇന്നും നിലനിൽക്കുന്നു, ചിലത് നശിച്ചുപോയി. وَمَا ظَلَمْنَاهُمْ وَلَكِنْ ظَلَمُوا أَنفُسَهُمْ فَمَا أَغْنَتْ عنهم آلهتهم التي يدعون من دون الله من شيء لما جاء أمر ربك وما زادوهم غير تتبيب. നാം അവരുടെ മേൽ അക്രമം കാട്ടിയിട്ടില്ല, അവർ തന്നെയാണ് അവരോട് അതിക്രമം കാട്ടിയത്. താങ്കളുടെ രക്ഷിതാവിൻ്റെ കൽപ്പന വന്നപ്പോൾ അള്ളാഹുവിനെ വിട്ട് അവർ ആരാധിച്ച ദൈവങ്ങൾ അവർക്ക് യാതൊരു ഗുണവും ചെയ്തില്ല. അവർക്ക് നാശനഷ്ടങ്ങൾ അധികരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. കഴിഞ്ഞ പല ആയത്തുകളിലായി നാം മനസ്സിലാക്കിയ പ്രവാചക സംഭവങ്ങൾ അത് സത്യമാണെന്നും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു കൊടുത്തതാണെന്നും ഈ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്ന ഈ സംഭവങ്ങളിൽ പറയപ്പെട്ട സ്ഥലങ്ങളിൽ അതിൽ ചില സ്ഥലങ്ങൾ പൂർണ്ണമായി നശിച്ചു. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൻ്റെ സ്ഥലം, ആദ് സമൂദ് ഗോത്രത്തിൻ്റെ സ്ഥലം, ഇതെല്ലാം ജനവാസമില്ലാത്ത രീതിയിൽ നശിക്കപ്പെട്ടതായി തീർന്നു. എന്നാൽ മറ്റു ചില സ്ഥലങ്ങൾ ഇപ്പോഴും ജനവാസമുള്ള സ്ഥലങ്ങളുണ്ട്. ഈജിപ്ത് പോലെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിലുള്ള ശിക്ഷകളും ഫിർഔനും ഫിർഔൻ്റെ ആളുകൾക്കും ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ നാടിനെ അല്ലാഹു നശിപ്പിച്ചിട്ടില്ല. ഇന്നും ആ നാട് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷകൾ വന്ന നാടുകൾ അതിൽ ചിലത് പൂർണ്ണമായി നശിക്കപ്പെട്ടതുണ്ട്, ചില നാടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നതുമുണ്ട്. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തമായി കൊണ്ട് നിലനിർത്തിയതാണ്. പൂർണ്ണമായി നശിക്കപ്പെട്ട നാടുകൾ കാണുമ്പോൾ ജനങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവിനെ മനസ്സിലാക്കണം, ധിക്കാരികൾക്ക് വരുന്ന ശിക്ഷയെ മനസ്സിലാക്കണം. നശിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ജനവാസമുള്ള നാടുകൾ കാണുമ്പോൾ അല്ലാഹു തആല പൂർണ്ണമായി ഒരു നാടിനെ നശിപ്പിച്ചതിന് ശേഷം വീണ്ടും അതിനെ ജനവാസ യോഗ്യമാക്കാൻ കഴിവുള്ളവനാണെന്ന കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. രണ്ടാമതായി നാം ഓതിയ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിക്കുന്നത് ഒരിക്കലും ഈ ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമപരമായ രീതിയിൽ അവരുടെ മേൽ ഇറക്കിയതല്ല. നേരെ മറിച്ച് അവരുടെ ധിക്കാരം കൊണ്ടും അവരുടെ പ്രവാചക നിഷേധത്തെ കാരണത്താലും അവർ സ്വന്തമായി അവരുടെ പാപകർമ്മങ്ങൾ കാരണമായി ഈ പാപത്തെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. അല്ലാതെ ഒരിക്കലും അല്ലാഹു തആല ആരെയും ഇങ്ങനെയുള്ള ശിക്ഷകൾ നൽകി നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നേരെ മറിച്ച് മനുഷ്യരുടെ ചെയ്തികൾ കാരണം അവർ തന്നെ ശിക്ഷയെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ്. മനുഷ്യർക്കുണ്ടാവുന്ന പ്രതികൂലമായ തീരുമാനങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നുള്ളത് മനുഷ്യൻ്റെ പാപകർമ്മങ്ങളാണ്. പാപകർമ്മങ്ങൾ ഉപേക്ഷിക്കുകയും അല്ലാഹു തആല കൽപ്പിച്ച രീതിയിൽ ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ മനുഷ്യർക്കുണ്ടാവുന്നതാണ്. അവസാനമായി അല്ലാഹു തആല പറഞ്ഞു, ഈ അല്ലാഹുവിൻ്റെ ശിക്ഷ വന്ന സന്ദർഭത്തിൽ അല്ലാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിച്ച വസ്തുക്കൾ, വ്യക്തികൾ, ഈ ഒരു കാര്യങ്ങളും അവരെ സഹായിക്കാൻ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൽ നിന്നും ശിക്ഷ വന്ന സന്ദർഭത്തിൽ ഈ ഒരു സൃഷ്ടികളെ കൊണ്ടും വസ്തുക്കളെ കൊണ്ടും അവർക്ക് ഒരു ഉപകാരവും ഉണ്ടായില്ല.
അതുകൊണ്ട് നിങ്ങളുടെ പ്രയാസ സമയത്ത് നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ പറ്റാത്ത, യാതൊരു കഴിവുമില്ലാത്ത മറ്റു വസ്തുക്കളെ എന്തിന് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണം? എല്ലാ കഴിവുമുള്ളവനായ, എല്ലാം നിയന്ത്രിക്കുന്നവനായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ വിഷയം തന്നെയാണ് അറിയിച്ചിരുന്നത്. وَكَذَلِكَ أَخْذُ رَبِّكَ إِذَا أَخَذَ الْقُرَى وَهِيَ ظَالِمَةٌ إِنَّ أَخْذَهُ أَلِيمٌ شَدِيدٌ. അക്രമികളായ നാട്ടുകാരെ നിന്റെ രക്ഷിതാവ് പിടികൂടിയാൽ ഇപ്രകാരമാണ് പിടികൂടുക. തീർച്ചയായും രക്ഷിതാവിൻ്റെ പിടി വേദനാജനകവും കടുപ്പമേറിയതുമാണ്. ഇന്ന ഫീ ദാലിക ലആയതൻ ലിമൻ ഖാഫ അദാബൽ ആഖിറ ذلك يوم مجموع له الناس وذلك يوم مشهود. പരലോക ശിക്ഷ ഭയക്കുന്നവർക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. അതിനായി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനമാണ്. അത് എല്ലാവരും ഹാജരാകുന്ന ദിവസമാണ്. ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പ് നമ്മൾ ഓതിയ പ്രവാചക സംഭവങ്ങളിൽ, അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് ഇറങ്ങിയ സംഭവങ്ങളിൽ, ആ ശിക്ഷയിൽ നിന്നും വിശ്വാസികളെ അള്ളാഹു തആല രക്ഷിച്ച സംഭവങ്ങളിൽ, ഇതിലെല്ലാം മനുഷ്യർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന കാര്യം അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിലും ദൃഷ്ടാന്തം ആർക്കാണുള്ളത്? ഇതിലും ദൃഷ്ടാന്തമുള്ളത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ജനങ്ങളെ പിടികൂടുകയുണ്ടായി. ആ പിടിയിൽ നിന്നും ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അള്ളാഹുവിൻ്റെ പിടുത്തം അവരെ വേദനിപ്പിക്കുന്നതും അവരെ നശിപ്പിക്കുന്നതുമായിരുന്നു. അങ്ങനെയുള്ള ശക്തമായ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിച്ച ഒരു ശക്തികളും വ്യക്തികളും സൃഷ്ടികളും അവരെ സഹായിക്കാനായി വരികയും ചെയ്തില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് മുമ്പിൽ അവർ പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഈ കാര്യത്തിനെ പറ്റി ചിന്തിക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്ന വിശ്വാസമുള്ള ആളുകൾക്ക് അവർക്കിതിൽ ദൃഷ്ടാന്തമുണ്ട്. അവർ ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയും അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അന്തിമ വിജയം വിശ്വാസികൾക്കും അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്തവർക്ക് മാത്രമാണെന്ന് ഈ സംഭവങ്ങളിൽ നിന്നും അവർക്ക് വ്യക്തമാകുന്നതാണ്. അള്ളാഹുവിന് എതിർ പ്രവർത്തിക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല, നഷ്ടവും നാശവും മാത്രമാണ് ഉണ്ടാവുക എന്ന കാര്യവും അവർക്ക് ഈ ആയത്തുകളിൽ നിന്നും മനസ്സിലാവുകയും വ്യക്തമാവുകയും ചെയ്യുന്നതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്, പരലോകം ആഖിറം എന്നുള്ളത് ഓരോ മനുഷ്യരെയും അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ്. എല്ലാവരെയും അള്ളാഹുവിന് മുമ്പിൽ ആ ദിവസം ഒരുമിച്ച് കൂട്ടുന്നതാണ്. ആ ദിവസം ആർക്കും ഒരു ന്യായീകരണങ്ങളും പറയാൻ സാധിക്കുന്നതല്ല. അള്ളാഹുവിന് മുമ്പിൽ ഹാജരാവുകയും അവർ ദുന്യാവിൽ വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള ഫലം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. പരലോകത്ത് അള്ളാഹുവിന് മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടതാണെന്ന ചിന്ത നിങ്ങൾക്ക് വേണം. ആ ചിന്തയോടുകൂടി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ദുന്യാവിലെ ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കണ്ടെത്താൻ സാധിക്കുന്നതും നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി തീരുന്നതുമാണ്. അതുകൊണ്ട് പരലോക ചിന്ത എന്നുള്ളത് ഒരു മനുഷ്യന് സദാസമയം അവൻ്റെ മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. ഞാൻ ഒരു ദിവസം മരിക്കേണ്ടവനാണ്, മരിച്ചതിന് ശേഷം അള്ളാഹുവിന് മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവനാണ്, അള്ളാഹു എന്നോട് ദുന്യാവിൽ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്നതാണ്, അതിന് വ്യക്തമായ മറുപടി ഞാൻ കൊടുക്കേണ്ടവനാണ്. ആ വ്യക്തമായ മറുപടിക്കനുസരിച്ചായിരിക്കും എൻ്റെ വിജയ പരാജയം അള്ളാഹു നിശ്ചയിക്കുക. ഈ ദുന്യാവിലെ ജീവിതത്തിൻ്റെ കർമ്മത്തിനനുസരിച്ചായിരിക്കും എൻ്റെ വിജയ പരാജയം ഉണ്ടാവുക. ഈ ചിന്തയോടുകൂടി ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ അവന് അള്ളാഹുവിനെ അനുസരിക്കാൻ സാധിക്കുന്നതും ഓരോ കാര്യങ്ങളിലും ഓരോ സംഭവങ്ങളിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. മരണത്തിൻ്റെ ഓർമ്മയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, പരലോക ചിന്തയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ സന്ദർഭത്തിലും അശ്രദ്ധയിലായിരിക്കും. അള്ളാഹുവിനെ അനുസരിക്കണമെന്ന ചിന്ത പോലും അവർക്ക് ഉണ്ടാവുന്നതല്ല എന്ന കാര്യവും ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും
അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.